ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് URL.ccin എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ബയോ പേജസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഒരു പ്രൊഫൈൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് വെരി ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനകത്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ ഉണ്ടാവും. സൈനപ്പ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അക്കൗണ്ട് കയറി മെയിൽ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ജസ്റ്റ് എന്നുള്ളത് ജസ്റ്റ് പറഞ്ഞാൽ, എന്നിട്ട് മെയിൽ ബോക്സ് പോയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്യണം, ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണം. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസ് കിട്ടും. ഇതിനകത്ത് നമുക്ക് ഡാഷ്ബോർഡ് ഉണ്ടാവും. പ്രൈമറി ഡാഷ്ബോർഡിലോട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഡാഷ്ബോർഡിനകത്താണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഹോം പേജ്. ഇതിനകത്ത് ഒരുപാട് ടൂൾസുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഒരുപാട് ടൂൾസുകളൊക്കെ കോൺഫിഗറായിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ഡാഷ്ബോർഡ് എടുക്കാം. ഡാഷ്ബോർഡ് എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഡാഷ്ബോർഡിനകത്ത് ഫസ്റ്റ് ബയോ ലിങ്ക് പേജ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പ്രൊഫൈൽ അല്ലെങ്കിൽ ബയോ പേജസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, ഇതിനകത്ത് ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ടാവേണ്ടതാണ്. നോക്കാം നമുക്ക്. പക്ഷേ നിലവിൽ ഇവിടെ ടെംപ്ലേറ്റ്സ് ഒന്നും അവൈലബിൾ അല്ല. ടെംപ്ലേറ്റ്സ് ഒക്കെ അവൈലബിൾ ആവുകയാണെങ്കിൽ ഇവിടെ വരും. അപ്പോൾ ടെംപ്ലേറ്റ്സ് ആണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. ഇപ്പോൾ ടെംപ്ലേറ്റ്സ് ഇല്ലാതെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ബയോ ലിങ്ക് പേജ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പേര് ചോദിക്കും. ഇവിടെ പേര് വേണമെങ്കിൽ നിങ്ങളുടെ പേര് കൊടുത്ത് നോക്കാം. പേര് കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ പേരിൽ കിട്ടും. ഇല്ല എന്നുണ്ടെങ്കിൽ റാൻഡം ആയിട്ടുള്ള എന്തെങ്കിലും ജനറേറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ റാൻഡം ആയിട്ടുള്ള എന്തെങ്കിലും ജനറേറ്റ് ആവും. ഉദാഹരണത്തിന് ഞാനിപ്പോൾ എൻ്റെ പേര് ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ഒരു നെയിം ഇവിടെ കൊടുത്തു. ഈ നെയിം കൊടുക്കുമ്പോൾ ഈ പേരിൽ പ്രകാരം കിട്ടും. അതല്ല ഈ പേര് ഓൾറെഡി യൂസ്ഡ് ആണെങ്കിൽ കിട്ടില്ല. അപ്പോൾ വേറെ പേരിൽ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അതുമായിട്ട് ഇപ്പോൾ നമ്മൾ ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കുന്ന മാതിരി തന്നെ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ബയോലിങ്കിൻ്റെ പേജ് ക്രിയേഷൻ സക്സസ്ഫുള്ളി ആയി. ബയോലിങ്കിൻ്റെ പേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസാണ് കിട്ടുക. ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഈസി ആയിട്ട് 1 ക്ലിക്കിൽ ഇത് കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഇതിനകത്തുള്ളതാണ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ. സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് നമുക്ക് ലിങ്ക് വേണമെങ്കിൽ ഇവിടെ മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ പ്രസൻറ്റ് തീം ഉണ്ട്. തീം ഇവിടെ ഓപ്ഷൻ ഉണ്ട്. തീം ഇവിടെ കസ്റ്റം തീമാണ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കസ്റ്റം തീം സെലക്ട് ചെയ്തതിനു ശേഷം കസ്റ്റമൈസേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. കസ്റ്റമൈസേഷനകത്ത് നമുക്കിവിടെ ഒരുപാട് ഓപ്ഷനുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ നിലവിൽ കസ്റ്റമൈസേഷനകത്ത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇഷ്ടമുള്ള കളർ ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സിമ്പിൾ ഗ്രേഡിയൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ഇപ്പോൾ ഒരു സിംഗിൾ കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കളർ സെലക്ട് ചെയ്യുക, എന്നിട്ട് ആ കളർ സെലക്ട് ചെയ്യുക. ഒക്കെ സിംഗിൾ കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഓക്കെ, ഏത് രീതിയിൽ വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ സിമ്പിൾ ഗ്രേഡിയൻറ്റിൽ ഏതെങ്കിലും ഒരു ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യണം. ഉദാഹരണത്തിന് ഗ്രേഡിയൻ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗ്രേഡിയൻറ്റ് ചുമ്മാ ഞാനങ്ങ് സെലക്ട് ചെയ്യും. ഓക്കെ, ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിൽ ചൂസ് ചെയ്യാം കേട്ടോ. ഞാനിത് ചൂസ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറ്റാച്ച്മെൻറ്റ്, ഫിക്സ്ഡ്, സ്ക്രോൾ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസിന് സ്ക്രോളാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇമേജൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഇമേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കണ്ടോ കസ്റ്റം വീഡിയോ ആൻഡ് ഇമേജ് സെലക്ഷൻ. ഇമേജൊക്കെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ സ്ക്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കണമെങ്കിൽ ബ്ലറാക്കാം എന്നുള്ളതൊക്കെയാണ് ഇവിടെ ഉള്ളത്. വേണമെങ്കിൽ ചെയ്താൽ മതി. ഓക്കെ, ഇമേജസ് കൊടുക്കുമ്പോൾ ബ്ലറാക്കാനാണ്. ബാക്ക്ഗ്രൗണ്ടിൻ്റെ ബ്രൈറ്റ്നെസ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. ഓക്കെ, ഒരു ലെവലിൽ നിർത്തും. പിന്നെ അതുപോലെ ഫേവ് ഐക്കണ് നമുക്ക് എന്തിനാന്ന് വെച്ചാൽ ഇതൊരു ബയോ പേജാണ്, ഒരു വെബ്സൈറ്റ് പോലെയാണ് കിട്ടുക. അപ്പോൾ ഈ പേജിൻ്റെ ഫേവ് ഐക്കണ് വേണമെങ്കിൽ മാനുവലി ചൂസ് ചെയ്യാൻ പറ്റും. 2 MB വരെയുള്ള ഫേവ് ഐക്കൺ ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ഈ വെബ്സൈറ്റിൽ ഏത് ടൈപ്പ് ഫോണ്ടാണ് യൂസ് ചെയ്യേണ്ടത്, ഒരുപാട് ടൈപ്പ് ഫോണ്ട് ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ ഒരു ഇഷ്ടമുള്ളൊരു ഫോണ്ട് സെലക്ട് ചെയ്യാം. ഇഷ്ടമുള്ള ഫോണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും നല്ലൊരു ഫോണ്ട് സെലക്ട് ചെയ്യാം. ടെമ്പററി ഞാനിപ്പോൾ ഒരു ഫോണ്ട് ലാറ്റോ എന്ന് പറഞ്ഞാൽ ഫോണ്ട് സെലക്ട് ചെയ്യും. ഫോണിൻ്റെ സൈസ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇഷ്ടമുള്ള രീതിയിൽ ഫോണിൻ്റെ സൈസ് കുറക്കാനും കൂട്ടാനും പോസിബിളാണ്. ഓക്കെ, ഞാനിപ്പം ഫോണിൻ്റെ സൈസ് ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് സൈസായിട്ടുള്ള 15 വെക്കും. ഓക്കെ, ഇതിൻ്റെ വിഡ്ത്ത്, മീഡിയം, ലാർജ്, സ്മോൾ, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ബ്ലോക്ക് സ്പേസിങ് ഒക്കെ ഉണ്ട്. അതിലോട്ടൊക്കെ നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ അതിലോട്ട് നമുക്ക് വരാം. ഓക്കെ, സ്മോള്, ലാർജ്, അങ്ങനെ ഓരോ ഓപ്ഷൻസ് ഉണ്ട്. ഇത് സ്പേസിംഗ് ആണ്, ബ്ലോക്ക് സ്പേസിംഗ് ആണ്. ബ്ലോക്ക് ആഡ് ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഈ ബ്ലോക്ക് സ്പേസിംഗ് എന്താണെന്നുള്ളത് ഞാൻ ബ്ലോക്കിൻ്റെ പറയാം. പിന്നെ ഇതാ ഹോവർ എന്തിനാന്ന് വെച്ചാൽ ആനിമേഷൻ എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ മൗസ് കൊണ്ടുപോകുമ്പോൾ ആനിമേഷൻ ആട്ടത്. ഓക്കെ, പിന്നെ വെരിഫൈഡ് ബാഡ്ജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. വെരിഫൈഡ് ബാഡ്ജ് കിട്ടണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണം. എന്നിട്ട് വെരിഫിക്കേഷൻ ചെയ്താൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. പിന്നെ ബ്രാൻഡിങ് ഉണ്ട്. ബ്രാൻഡിങ്ങിനകത്ത് ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ CCIN എന്ന് പറഞ്ഞ ബ്രാൻഡിങ് ഓഫ് ആവും. എന്തെല്ലാം ഇത് ഓൺ ആക്കിയിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വേണമെങ്കിൽ കൊടുക്കാം. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ടെസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ബ്രാൻഡിങ് കൂടെ ഓഫ് ആയി കഴിഞ്ഞാൽ ആ പേര് അവിടെ നിന്ന് പോയി. ഓക്കെ, ഇനി
പിക്സൽസ് ഉണ്ട്. പിക്സൽസ് എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് പറയുമ്പോൾ പിക്സൽസ് ഇതുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്തുള്ള എല്ലാ ഓപ്ഷനുമായിട്ടും പിക്സൽസ് ലിങ്ക് ചെയ്യാൻ പറ്റും. പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന പേജിന് അല്ലെങ്കിൽ ഈ ക്രിയേറ്റ് ചെയ്യുന്ന ബയോ പേജിന് പാസ്വേഡ് പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ പാസ്വേഡ് അടിച്ചു കൊടുത്ത് ഞാൻ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ പാസ്വേഡ് അടിച്ചാൽ മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. സെൻസിറ്റീവ് കണ്ടൻറ്റ് വാർണിംഗ് വേണമെങ്കിൽ കൊടുക്കുക. എന്തെങ്കിലും സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിക്കും കൊടുത്തു കഴിഞ്ഞാൽ സെൻസിറ്റീവ് കണ്ടൻറ്റ് ആണ് എന്നുള്ള. പിന്നെ SEOക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് വെച്ചാൽ പേജിൻ്റെ ഹെഡ്ലൈന് ചൂസ് ചെയ്യുക, മെറ്റാ ഡിസ്ക്രിപ്ഷന് മെറ്റാ കീവേഡൊക്കെ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിനകത്ത് ബ്ലോക്ക് സെർച്ച് എഞ്ചിൻ ഇൻഡെക്സ് ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പേജ് സെർച്ച് എഞ്ചിനിൽ ഓട്ടോ ഇൻഡെക്സിങ് നടക്കില്ല. ഓക്കെ, അപ്പോൾ ആ രീതിയിലൊക്കെ. പിന്നെ അതുപോലെ തന്നെ മറ്റ് ഓപ്ഷൻസുകളൊക്കെ ഇവിടെ ഉണ്ട്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഞാൻ അഡ്വാൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ സ്പ്ലാഷ് സ്ക്രീൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സ്പ്ലാഷ് സ്ക്രീൻ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വേറെയും ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. ഓക്കെ, നോക്കാം. പിന്നെ കസ്റ്റം CSS കൊടുക്കാൻ പറ്റും, കസ്റ്റം JS, അതൊക്കെ അഡ്വാൻസ്ഡ് യൂസേഴ്സിനുള്ളതാണ്. ഇപ്പോൾ നിലവിൽ നമ്മൾ കൊടുക്കുന്നില്ല. ജസ്റ്റ് അപ്ഡേറ്റ് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ കൊടുത്ത സെറ്റിങ്സുകളൊക്കെ ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ബ്ലോക്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോവാം. ഇവിടെയാണ് ബ്ലോക്സ് ആഡ് ചെയ്യുന്നത്. ഈ ബ്ലോക്സ് വഴിയാണ് ഇതിനകത്തോട്ട് കണ്ടൻറ്റ് ഫില്ല് ചെയ്യുന്നത്. ആഡ് ബ്ലോക്ക് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഹെഡിങ് ആഡ് ചെയ്യാൻ വേണ്ടി ഹെഡിങ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് H1 ഹെഡിങ് ആണ്, H1 ഹെഡിങ് ടെസ്റ്റ് ആഡ് ചെയ്യുക. അതുകൊണ്ട് ഞാനിപ്പോൾ വെൽക്കം എന്നിവിടെ സെർച്ച് ചെയ്താൽ പോകുന്നു. വെൽക്കം എന്ന് പറഞ്ഞ ഹെഡ് ബ്ലോക്കിനകത്ത് ആഡ് ചെയ്തു. കണ്ടോ, വെൽക്കം എന്ന് പറഞ്ഞ ബ്ലോക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തന്നെ എഡിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക, കളർ അഡ്ജസ്റ്റ് ചെയ്യുക, അലൈൻമെൻറ്റ് ലെഫ്റ്റ് റൈറ്റ് ഒക്കെ അലൈൻമെൻറ്റ്. ഞാൻ ലെഫ്റ്റ് അലൈൻമെൻറ്റ് കൊടുത്തു. കളർ ഞാനിപ്പോൾ ഇവിടെ ഒരു ഇഷ്ടമുള്ള കളർ, ചുമ്മാ ഒരു ടെസ്റ്റിംഗ് ആയതുകൊണ്ട് റെഡ് കളറൊക്കെ കൊടുത്തു. ഓക്കെ, കളർ കൊടുത്തു. അതുപോലെ തന്നെ ഡിസ്പ്ലേ സെറ്റിങ്സിനകത്ത് വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വേർഡ് ഏത് പർട്ടിക്കുലർ ഡിവൈസിൽ കാണണം, ഡെസ്ക്ടോപ്പ് കാണണോ, മൊബൈലിൽ കാണണോ, ടാബ്ലറ്റ് കാണണോ എന്നൊക്കെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഏത് ലാംഗ്വേജ് ബ്രൗസ് ചെയ്യുന്നവർക്ക് കാണണം, ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇതൊരു ടെക്സ്റ്റ് കണ്ടാൽ മതി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ അപ്ഡേറ്റ് കൊടുക്കണം. അപ്ഡേറ്റ് കൊടുക്കുന്നതോടുകൂടി ആ ഒരു വെൽക്കം എന്ന് പറഞ്ഞത് അവിടെ ബ്ലോക്കായി. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഇനി എഡിറ്റുമ്പോൾ ക്ലിക്ക് ചെയ്താൽ അങ്ങ് സ്ക്രോൾ ആണോ, ഇവ വെൽക്കമായി. ഇനി അടുത്ത ബ്ലോക്ക് ആഡ് ചെയ്യുക, ആഡ് ബ്ലോക്ക്. നമുക്ക് വേണമെങ്കിൽ അടുത്തത് ഇമേജ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പാരഗ്രാഫ് ആഡ് ചെയ്യണം. പാരഗ്രാഫ് ആണെങ്കിൽ പാരഗ്രാഫ് സെറ്റ് ചെയ്യാം. എന്നിട്ട് സംതിങ് കണ്ടമാനം പാരഗ്രാഫുകൾ ഞാൻ എഴുതി വെച്ചു. ഒരുപാട് പാരഗ്രാഫ് ഞാൻ എഴുതി എന്നിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ആ പാരഗ്രാഫ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി ഈ പാരഗ്രാഫിൻ്റെ തന്നെ സെറ്റിങ്സ് എഡിറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ, അലൈൻമെൻറ്റ്, ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ, ജസ്റ്റിഫൈഡ് ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ബോർഡർ സെറ്റിങ്സ്, ബോർഡർ ഷാഡോ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഷാഡോ നമുക്ക് ബ്ലറാക്കാം. അതുപോലെ തന്നെ അതിൻ്റെ Y/X ഓഫ്സെറ്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്ക് ഷാഡോക്ക് ഉണ്ട്. ഓക്കെ, ഷാഡോ സ്പ്രെഡ് ചെയ്യേണ്ടത് എത്ര pixലാണെന്നുള്ളതൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഷാഡോക്ക് വേണ്ടി കളർ സെറ്റ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും കളർ ഷാഡോക്ക് വേണ്ടി സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട്. ഷാഡോ കളർ കൊടുക്കുമ്പോഴാണ് ഷാഡോ കാണുക പ്രോപ്പറായിട്ട്. ഞാൻ ചുമ്മാ കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇത് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ, ഷാഡോ എഫക്റ്റ് കൊടുത്തു. ഇനി അടുത്തായിട്ട് നമുക്ക് എന്താണ് അടുത്ത ബ്ലോക്ക്. ഇത് ജസ്റ്റ് എഡിറ്റിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതുകൊണ്ട് സ്ക്രോൾ ഡൗൺ ആവും. ഇനി അടുത്ത ബ്ലോക്ക് എടുക്കാം. ഇതിനകത്ത് സോഷ്യൽ മീഡിയാസ്, നമ്മൾ സോഷ്യൽ ലിങ്ക്സുകളൊക്കെ ആഡ് ചെയ്യുക. ഈസിയാണ്. സോഷ്യൽസ് ക്ലിക്ക് ചെയ്യുക. ചുമ്മാ മെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ മെയിൽ അഡ്രസ്സ് ഇവിടെ എങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഫോൺ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുക. വാട്സപ്പ് ഉണ്ടെങ്കിൽ വാട്സപ്പ് ആഡ് ചെയ്ത്, ബാക്കിയുള്ളതൊക്കെ ആവശ്യമുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യം എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിൽ യൂസർ നെയിംസ് ഉണ്ടോ അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രമായിട്ട് ഇങ്ങോട്ട് വരും. മനസ്സിലായല്ലോ, നമ്മൾ ആഡ് ചെയ്ത് മാത്രമായിട്ട് വരും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി പ്രൊസീജിയർ, അപ്പോൾ വാട്സപ്പിലോട്ട് പോകും. അങ്ങനത്തെ ഓപ്ഷൻസാണ് കിട്ടും. ആഡ് ബ്ലോക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് മെയിൻ ആയിട്ടുള്ള സംവിധാനമാണ് നമുക്ക് ഫോം കളക്ടർ അല്ലെങ്കിൽ മെയിൽ കളക്ടർ, ഫോൺ, അങ്ങനെയൊക്കെ. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ബയോയിൽ വരുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യാം. അപ്പോൾ ഫോൺ നമ്പർ കളക്ട് ചെയ്യണമെങ്കിൽ അത് വിസിറ്റേഴ്സിന് വേണമെങ്കിൽ ഫോൺ നമ്പർ കളക്ട് ചെയ്യും. ഫോം, ഇപ്പോൾ കോൺടാക്ട് ഫോം നമുക്ക് ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഫോം ഇൻറ്റഗ്രേറ്റ് ചെയ്തുള്ള ബെനിഫിറ്റ് ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഞാൻ ടെസ്റ്റ് 1 എന്ന് പറഞ്ഞ പേരിൽ കോൺടാക്ട് ഫോം ഇൻറ്റഗ്രേറ്റ് ചെയ്തു. ഇപ്പോൾ കണ്ടോ, ടെസ്റ്റ് 1 എന്നുള്ള ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ടെസ്റ്റ് 1 ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ കോൺടാക്ട് ഫോം ഫില്ല് ചെയ്യാൻ വരും. അവരതിൽ നമ്മളെ പ്രൊഫൈലിൽ വന്നിട്ട് കോൺടാക്ട് ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഫോർമേഷൻ നമ്മളെ വെബ്സൈറ്റിൽ ഡാഷ്ബോർഡിൽ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഈ ആഡ് ബ്ലോക്ക് ക്ലിക്ക് ചെയ്ത് വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് സ്പോട്ടിഫൈ, പിന്നെ അതുപോലെ തന്നെ ഇത് എംബഡഡ് ആണ്. സൗണ്ട് ക്ലൗഡ്, യൂട്യൂബ് ഒക്കെ എംബഡഡ്. ഇപ്പോൾ യൂട്യൂബ് എംബഡഡ് ആണെന്ന് പറഞ്ഞാൽ യൂട്യൂബിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഇതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും യൂട്യൂബ് വീഡിയോ ഇതിനകത്തോട്ട് യൂട്യൂബ് ക്ലിക്ക് ചെയ്താൽ യൂട്യൂബിൻ്റെ വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ ഇതിനകത്തോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ എത്ര ചെയ്യുന്നുള്ളൂ, ഇനി വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇനി നിങ്ങൾക്കനുസരിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ചെയ്തത് വേണമെങ്കിൽ റീഓർഡർ ചെയ്യുക. അപ്പോൾ സോഷ്യൽ താഴത്തേക്ക് ആക്കണമെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് അടിക്കൊണ്ട് വലിച്ചാൽ നേരെ താഴോട്ട് വരും. മനസ്സിലായല്ലോ, ഇങ്ങനെ റീഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രൊസീജിയർ. ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണ്ടി ഇവിടെ ജസ്റ്റ് ഇതാ ഇവിടെ കോപ്പി ക്ലിപ്പ് ബോർഡ് ക്ലിക്ക് ചെയ്തിട്ട് ലിങ്ക് കോപ്പി ഇടുക. എന്നിട്ട് അടുത്തൊരു ബ്രൗസറിൽ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ഇപ്പോൾ ഞാൻ ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, കണ്ടോ? അതുപോലെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താൽ അതുപോലെ നമ്മളെ സൈറ്റ് വരും. ഇത് എവിടുന്ന് ലോകത്തിൻ്റെ എവിടുന്ന് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ വാട്സപ്പ് ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫോം ഫില്ല് ചെയ്യാനുള്ള ചോദിക്കും. ഈ ഫോം ഫില്ല് ചെയ്താൽ അതിൻ്റെ ഡാറ്റ നമുക്ക് പ്രോപ്പറായിട്ട് ഇവിടെ ഡാറ്റ എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് വരികയും ചെയ്യും. നോക്കാം വരുന്നുണ്ടോ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഫോം ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ ഞാൻ ഫില്ല് ചെയ്യാം. ചുമ്മാ ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുകയാണ്, ഫോൺ നമ്പർ കൊടുക്കുകയാണ്, നെയിം കൊടുക്കുകയാണ്, മെസ്സേജ് കൊടുക്കുകയാണ്. സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ആ ഒരു സബ്മിഷൻ നടന്നു. ഇനിയിപ്പോൾ നമുക്കിവിടെ ഡാറ്റയിൽ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഡാറ്റ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് ഡാറ്റ കളക്ഷൻസ് നടത്താം. എന്ത് വേണമെങ്കിലും ഈ ബയോ ലിങ്ക് പേജസ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബയോ പേജസ് എത്ര ആളുകൾ കണ്ടു, എവിടെ നിന്നൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് ഉണ്ടാവും. ബയോ പേജസ് എവിടെ നിന്നൊക്കെ കാണുന്നു എന്നുള്ളത്. അപ്പോൾ ബയോ പേജിൻ്റെ ലിങ്ക് എടുക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ജസ്റ്റ് കോപ്പി ചെയ്താൽ മതി. പിന്നെ എപ്പോൾ വേണമെങ്കിലും ഇത് ഡിസേബിൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിനകത്ത് നമുക്ക് എഡിറ്റ് മോഡിഫിക്കേഷൻസ് കസ്റ്റമൈസേഷൻ ഒക്കെ എപ്പോൾ വേണമെങ്കിലും വരുത്താൻ പറ്റും. വെരി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇതൊരു CV പോലെ നിങ്ങളെ സ്വന്തം CV പോലെ നിങ്ങൾക്കത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ആളുകളിലോട്ട് എത്തിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉപകാരം. അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യുക ബയോ ലിങ്ക് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് urls.cc എന്ന വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് തന്നെ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ.